10 മണിക്ക് തുടങ്ങിയ ക്ലാസ് കയറിയത് എപ്പോഴാണെന്നറിയണ്ടേ? 11 മണിക്ക്. കാരണം എൻ്റെ അടുത്തിരിക്കുന്നവർക്ക് ചെറിയൊരു ചുമ. ചെറിയ ചുമയെന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം നല്ല ചുമയുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിരിക്കേണ്ടി വന്നത്. അതിന് ഇൻട്രൊഡക്ഷൻ ഞാൻ തരണ്ട, അവള് തന്നെ തന്നോളൂ. ഇന്ന് നമ്മൾ രോഗിയായ കൂട്ടുകാരിയെ കാണിക്കാൻ പോവുകയാണ്. ഡോറ. അതെ ഗൈസ്, ഈ ഡോറായും കൊണ്ട് നമ്മൾ ഡോക്ടറിൻ്റെ റൂമിൻ്റെ മുമ്പിൽ ഇരുന്ന സമയം 15 മിനിറ്റ്. കുറച്ച് കഴിഞ്ഞ് 2-3 പേഷ്യൻസ് കഴിഞ്ഞ് അവളുടെ ടോക്കൺ ആയപ്പോഴത്തേനും അവളെ വിളിച്ചേ. അങ്ങനെ അവൾ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി റൂമിലോട്ട് കയറിയേ. അധികം നേരമൊന്നും അങ്ങനെ പോസ്റ്റായിട്ട് ഇരിക്കേണ്ടി വന്നില്ല ഗൈസ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആളെയും ഇറക്കി വിട്ടു. അപ്പോൾ ഞാൻ ഡോക്ടർ എന്ത് ചോദിച്ചടിയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി, അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, രാവിലെ ഒരു വക കഴിക്കാതാണ് അവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഒരു 5 മിനിറ്റത്തേക്ക് അവിടെ തർക്കവും അടിയായിരുന്നു. കാരണം സ്ട്രോബെറി ഉപ്പും കൂട്ടി കഴിക്കാമെന്ന് അവളും സ്ട്രോബെറി ചോക്ലേറ്റും കൂട്ടി കഴിക്കാമെന്ന് ഞാനും. അങ്ങനെ അവസാനം വിശന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റീലിരുന്ന് കണ്ടിട്ട് ഞങ്ങൾ നേരെ ലാബിലോട്ട് വെച്ച് പിടിച്ചു. ലാബിലോട്ട് ചെന്നപ്പോൾ അതിനേക്കാളും ശോകം ഗൈസ്. അവിടെ ആണെങ്കിൽ ബ്ലഡ് എടുക്കാൻ ആളേ ഇല്ല. വിശന്നിട്ടാണെങ്കിൽ കുടല് കരിയുന്നു. ആ ആക്ഷനാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചത്. കുറച്ചു നേരമൊക്കെ ഇവിടെ നിന്ന് നോക്കി. അവസാനം ഒന്നും പറ്റാതായപ്പോഴത്തേനും ഓഫീസിലോട്ട് ഒരാളെ ഞാൻ പറഞ്ഞു വിട്ട്. ഓഫീസിൽ പോയി ചോദിച്ചിട്ട് വരുന്ന വരവാണേത്. ആൾ അത്യാവശ്യം എക്സ്ട്രോവേർട്ടാണ്, എന്നെ പോലല്ല. ഞാൻ അത്യാവശ്യം ഇൻട്രോവേർട്ടാണ്. ഞാനങ്ങനെ ആരുടെ അടുത്തൊന്നും പറയത്തൊന്നുമില്ല, അധികം ആരുടെ അടുത്തും സംസാരിക്കത്തില്ല. പക്ഷെ അവളങ്ങനല്ല. പിന്നെ ഒരു 5 മിനിറ്റും കൂടെ എക്സ്ട്രാ അവിടെ നിന്നപ്പോഴത്തേനും ലാബിൽ ആൾ വന്നു കേട്ടോ. പിന്നെ ആളുടെ ബ്ലഡൊക്കെ എടുത്തു. അവിടുന്ന് കിട്ടിയൊരു വണ്ടിയും വിളിച്ച് നേരെ നമ്മൾ കോളേജിലോട്ട് പോയേ. അവിടെ എത്തിയപ്പോഴോ മണി 11:15. അങ്ങനെ ഉള്ള ജീവനും കൊണ്ട് സ്റ്റെപ്പും കയറി മുകളിൽ ചെന്നപ്പം ഫസ്റ്റ് പീരീഡ് അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടി. ശുഭം. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ.